ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിപ്പം ഒരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ചില സമയത്തൊക്കെ നമുക്ക് ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഗ്രീൻ പീസ് ആദ്യം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, എങ്കിലേ ഇത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇത് ഗ്രീൻ പീസ് വെച്ചുകൊണ്ടുള്ള ഒരു വടയാണ് ഗ്രീൻ പീസ് വട. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗ്രീൻ പീസ് ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി അതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് നമ്മുടെ എരിവ് അനുസരിച്ച് എടുക്കാം. പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് കറി ലീവ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ ഈ ഗ്രീൻ പീസ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്ന, ഞാൻ വെള്ളം ഒന്ന് ചേർക്കാണ്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം തീരെ അടിയുന്നില്ല എങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളമായി ആവരുത്, കുറച്ച് വെള്ളം ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു 2 സ്പൂണോ 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ അങ്ങനെയൊക്കെ അളവ് അനുസരിച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഗ്രീൻ പീസൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ചൊക്കെ അതിൽ അടിയാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിലോട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതിലോട്ട് ഞാൻ സവാള ചേർക്കുന്നില്ല, സവാള ഞാൻ സെപ്പറേറ്റ് തന്നെ അതിലോട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാവ് ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കുറച്ചൊരു ചെറിയ ഇതായിട്ട് നിൽക്കും. ഇത് പൊരിച്ച് കഴിക്കുമ്പം ചെറിയൊരു ബൈറ്റ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ എന്നിട്ട് ആ സവാളയും ആ മിക്സും എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ചെറിയ ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി എടുക്കാം. നമ്മൾ കൈപ്പത്തിയിൽ വെച്ചിങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തങ്ങാണ്ട് ആക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കട്ടി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആക്കിയാൽ മതി. വളരെ തിന്നായി വേണമെങ്കിൽ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പം ഞാനിത് അത്യാവശ്യം കുറച്ചൊരു ഇതിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈപ്പത്തിയിൽ വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഓരോ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അല്ലേ നമ്മൾ വെള്ളം ഏറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതായി കിട്ടത്തില്ല, ഒരു ഇത്ര പെർഫെക്റ്റ് ആയി കിട്ടത്തില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതൊന്ന് അരച്ചെടുക്കുന്നത്, ഇതിൽ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഈ അരപ്പ് തന്നെയാണ്, ഈ മിക്സിയിൽ അരച്ചിരിക്കുന്ന ജോലിയാണ്. അപ്പോൾ ആ ടൈമിലൊന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മതി, പിന്നെ ബാക്കിയുള്ളതൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ അത് അങ്ങനെയല്ല, ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നിലെ ഇത് അടിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കണം കേട്ടോ, ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. നമുക്ക് ഒത്തിരി ഉപ്പ് ചേർക്കരുത്, ആദ്യം തന്നെ നമുക്ക് ടേസ്റ്റ് നോക്കാം, അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം, അപ്പോൾ നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ തീയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് എപ്പോഴും ഉണ്ടാവണ ഒരു കിട്ടുന്ന പണിയാണ്, ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലങ്ങ് എൻ്റെ ഫിംഗർ അതിലങ്ങ് മുങ്ങിപ്പോകും. എപ്പോഴും എനിക്കങ്ങനെ പൊള്ളുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഒരു ഭാഗം പൊരിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും അങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അങ്ങനെ എല്ലാം അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.